മനുഷ്യ സമൂഹം വലിയ സാങ്കേതിക അത്ഭുതങ്ങളുടെ മായാജാലങ്ങളിലൂടെ കടന്നു പോകാത്ത ഒരു നിമിഷം പോലും ഉണ്ടാകില്ലെങ്കിലും ചില പച്ച മനുഷ്യരുടെ പച്ചയായ ജീവിതം കേൾക്കുമ്പോഴുള്ള അമ്പരപ്പിനപ്പുറത്ത് അതെല്ലാം അസ്ഥാനത്താണ്. അതൊരു നാടോടി ജാലവിദ്യക്കാരൻ ഒരു കൺകെട്ടുമില്ലാതെ കാണിക്കുന്ന സ്വന്തം ജീവിതം തന്നെയാകുമ്പോൾ നമ്മുടെ വിസ്മയം 10 മടങ്ങ് ഇരട്ടിക്കും. തൊപ്പിയിൽ നിന്ന് മുയലിനെ എടുക്കും പോലെയോ മകുടിയൂതി വിഷപ്പാമ്പുകളെ വരുതിയിലാക്കും പോലെയോ എളുപ്പമല്ല ജീവിതം വരുതിയിലാക്കുക എന്ന് തിരിച്ചറിയുമ്പോഴും മായാജാലമല്ലാതെ മറ്റൊരു ജീവിതവുമില്ലാത്തൊരു നാടോടി ജാലവിദ്യക്കാരന്റെ ലോകത്തേക്ക് സഞ്ചരിക്കുകയാണ് ഇവിടെ കേരള. പ്രകൃതിയുടെ എന്തു മായാജാലം കൊണ്ടാണ് അനങ്ങന്മല ഇങ്ങനെ പശ്ചിമഘട്ടത്തിൽ നിന്ന് വേർപെട്ട് വള്ളുവനാടൻ ഗ്രാമചന്തങ്ങൾക്ക് കിരീടമാകുന്നത് എന്നറിയില്ല. വിവരണാതീതമാണ് മലയുടെയും മലയിൽ നിന്നുള്ള മലയടിവാരത്തിന്റെയും കാഴ്ചകൾ. അനങ്ങന്മല ഇങ്ങനെ ചെർപ്പുളശ്ശേരിയിൽ നിന്നും കീഴൂരിൽ നിന്നും കാണുന്നത് പോലെയല്ല കോതക്കുശിയിൽ നിന്നോ ഒറ്റപ്പാലത്ത് നിന്നോ ഉള്ള കാഴ്ച. ഓരോ വള്ളുവനാടൻ ഗ്രാമത്തിനും ഓരോ അനുഭവമാണ് മല. പാറകൾ അത്ഭുതകരമായ അമൂർത്ത ശില്പങ്ങൾ പണിത് ഇവിടെ പ്രകൃതിയുടെ പിന്നാലെ കാണിക്കുന്നതായി തോന്നും. വലിയ വികസനത്തിന്റെയും പരിഷ്കാരത്തിന്റെയും കുത്തൊഴുക്കിൽ അനങ്ങാതെ നിൽക്കുന്ന പ്രകൃതിയുടെ ഏറ്റവും നല്ലൊരു പ്രതിരോധ മാതൃകയാണ് ഈ വള്ളുവനാടൻ മല. മനുഷ്യ പ്രതിരോധത്തിനും അനങ്ങിന് കീഴെ മാതൃകകൾ അനവധിയുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ജാലവിദ്യക്കാരൻ ഒരാളെയുള്ളൂ. വലിയ മലകയറ്റം പോലെ തന്നെയാണ് ചെർപ്പുളശ്ശേരി ഷംസുദ്ദീന് അയാളുടെ മായാജാല ജീവിതം. തെരുവുകളിൽ നിന്ന് തെരുവുകളിലേക്കുള്ള അയാളുടെ നാടോടി യാത്രകളിൽ ഉള്ളിൽ അനങ്ങന്മലയുടെ ജീവിതവും സംസ്കാരവുമാണ് അയാൾ പ്രചരിപ്പിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. കാലത്തെ അനങ്ങന്മലയെപ്പോലെ തന്നെ അതിജീവിക്കാൻ അങ്ങനെ അധികം തെരുവ് ജാലവിദ്യക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഗതാഗത പ്രശ്നങ്ങൾ, റോഡ് സൈഡിലൊന്നും പരിപാടി ചെയ്യാൻ പറ്റില്ല. പിന്നെ നാലാൾ കൂടിക്കഴിഞ്ഞാൽ അതിന് സ്ഥല സൗകര്യങ്ങളില്ലാത്ത സ്ഥലമാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. ജനങ്ങൾ കൂടും. അപ്പോൾ ചില ഓഫീസർമാർ കാണുമ്പോൾ അത് അരിപ്രശ്നമല്ല പറഞ്ഞിട്ട് പോകും. ചില ഓഫീസർമാർ വന്നിട്ട് പരിപാടി ഉണ്ടെന്ന് പറയും. ഇടേണ്ട പരിപാടി വേറെ എവിടെയെങ്കിലും പോയി ഇട്ടോ പറയും. അങ്ങനെ ആകുമ്പോൾ ഈ നാടോടികളായ നമ്മൾക്ക് ജീവിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഡിപ്പോസിറ്റോ കയ്യിൽ പൈസ സ്റ്റോക്ക് ചെയ്ത് വെച്ച് ജീവിക്കുന്ന ആൾക്കാരല്ല. ഇന്നൊരു ദിവസം 10 ദിവസം പണിയില്ലാതിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് വീട്ടിൽ അരി വാങ്ങിച്ച് കഴിക്കാമെന്നുള്ള രീതിയിലുണ്ടാവും. ഈ നാടോടികൾക്ക് അങ്ങനെയല്ല. പ്രകൃതിയിൽ കൂടി അണിഞ്ഞ് ജീവിക്കുന്നവരാണ്. ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ റോഡിൻ്റെ അരികിലൊക്കെ ഒരു സമയത്ത് കിടന്നുറങ്ങുന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നൊന്നും ലോഡ്ജുകളൊന്നുമില്ല. അപ്പോൾ പീഡിയ വരാന്തയിൽ കിടക്കുന്ന സമയത്ത് പ്രകൃതിയിലായിരുന്നു എൻ്റെ കിടത്ത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സൂക്കേടുകൾ അധികം വരില്ല. അബ്ദുൽ അസീസ് കാ ഇങ്ങോട്ട് വരും, ഒരു ഹെൽപ്പ്. ഇന്നത്തെ കാലത്ത് കല്ല് വാങ്ങാനും പേടിയാണ്. കാരണം ഒരു ബോണ്ട വാങ്ങാനും പേടിയാ, ബോംബ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. നിങ്ങളുടെ കയ്യിൽ കല്ലുണ്ടല്ലോ, ആ കല്ലിങ്ങോട്ട് തരും.
ചേട്ടൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? കല്ലുണ്ട്. ബാക്ക് ഈ കയ്യിൽ കല്ലുണ്ടല്ലോ, ഈ കല്ലിനെ ഒരു 3 പ്രാവശ്യം വെറുതെ ഫുന്ന് ഊതിക്കോളി നോക്കട്ടെ. ഇതാ നോക്കി, മാന്ത്രിക വടി നിലത്ത് വെച്ച് ലേശം മരുന്നിന് ഞാൻ ഇവിടെ തൊട്ടിട്ട് ഇവിടെ മന്ത്രം ജപിക്കാൻ പോവാണ്. 1 2 3 സൈത്താൻ കെ ബച്ചേ. കുറച്ച് മണ്ണ് ഞാൻ വാരി എൻ്റെ കയ്യിൽ ഞാൻ ഇട്ടിട്ട് കൈ കൊണ്ടിങ്ങനെ കാണിച്ചിട്ട് ബൗസ് ആ ജാവ്, സ്വർണ്ണ നാണയം എത്തിപ്പോയി. ജയ് ഭാരത് മാതാ. കണ്ടോ, 1-ാം തരം ഗോൾഡ് കോയിൻസ് കണ്ടില്ല നിങ്ങൾ? ഗുരുനാഥൻ ഇല്ലെങ്കിൽ ഒരിക്കലും നാടും നഗരവും മനുഷ്യന്റെ വിനോദങ്ങളും വിസ്മയങ്ങളുമെല്ലാം മാറിയെങ്കിലും മാറാതെ നിൽക്കുന്ന ഒരു തെരുവുജാല വിദ്യക്കാരൻ മാത്രമല്ല ചെർപ്പുളശ്ശേരി ശംസുദ്ദീൻ. യഥാർത്ഥത്തിൽ അങ്ങനെ മാറാതെ നിൽക്കാൻ അയാൾക്ക് കരുത്തു നൽകുന്നത് അയാൾക്ക് മാത്രം വശമുള്ള ചില ജാലവിദ്യകളുടെ രഹസ്യ ഭംഗികൾ ഒന്നുകൊണ്ട് മാത്രമാണ്. എൻ്റെ ബാപ്പയുടെ പേര് ഹസൻ എന്നാണ്. അങ്ങനെ ഹസൻ സാഹിബ് എന്നാണ് വിളിക്കുക. അതിൻ്റെ മൂപ്പരുടെ ഫാദറിൻ്റെ പേര്, ബാപ്പയുടെ പേര് ടി ഖാസിം സാഹിബ് എന്നാണ്. ഖാസിം സാഹിബ്. അങ്ങരുടെ ബാപ്പയുടെ പേരുണ്ടായിരുന്നു, അത് ഹുസൈൻ സാഹിബ് എന്നാണ്. അങ്ങരുടെ ബാപ്പയുടെ പേരുണ്ടായിരുന്നു മൊയ്തീൻ സാഹിബ്. ഇങ്ങനെ തലമുറ മൊയ്തീൻ, ഹുസൈൻ, ടി ഖാസിം, ഹസൻ, ശംസുദ്ദീൻ. ഇനി അടുത്തത് എൻ്റെ മകൻ മുസ്തഫ. നമ്മുടെ തലമുറ കഴിഞ്ഞാൽ പിന്നെ എനിക്കിപ്പോൾ തോന്നണത് എൻ്റെ പഴയ തലമുറകളൊക്കെ മരിച്ചു പോയത് നന്നായുള്ളൂ എന്ന്. എന്തുകൊണ്ട് വെച്ചാൽ അവർക്ക് ഇതിൻ്റെ നിയമവശമൊന്നും അറിയില്ല. 2 പാമ്പിനെ വെച്ച് എവിടെയെങ്കിലും പോയി കളിക്കുമ്പോൾ വല്ല ഫോറസ്റ്റോ പോലീസോ പിടിച്ചാൽ ഐറ്റിങ്ങളെ അവർക്ക് പേടിയെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ആൾക്കാരാണ്. അവർക്കൊരു നിയമവും അറിയില്ല, ഒരു പണ്ടാറും അറിയില്ല അവർക്ക്. അവരെന്ത് ചെയ്യും, എവിടെയെങ്കിലും പോയിട്ട് പരിപാടി ഇടുമ്പോൾ അയ്യാ സ്വാമി എന്ന് പറഞ്ഞാൽ പോലീസ് പിടിച്ചാലും പണി നോക്ക് പറയും. അവർക്ക് അതിനെപ്പറ്റി അറിയില്ല, അവർ കാട്ടുജാതികളുടെ ജാതിയാണ്. അപ്പോൾ എന്തായാലും അവർ മുന്നേ പോയത് നമുക്ക് നല്ലതായി മാത്രം. പിന്നെ എന്നിൽ നിന്ന് ഈ പാരമ്പര്യം നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ ഇപ്പോഴും നോക്കുന്നത്. ഒരു മാങ്ങ അണ്ടി ഇവിടെ എന്താ സംഭവിക്കണം നോക്കണം. മാങ്ങയുടെ അണ്ടിന് ഞാൻ കൊട്ടിട്ട് മൂടുന്നുണ്ട്. ഈ തുണീൻ്റെ ഉള്ളിൽ ഒരു മാങ്ങ മരമോ ചെടിയോ ഒന്നുമില്ല. ഞാൻ ഇതിൻ്റെ മുകളിൽ മൂടാൻ പോവാണ്. നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇപ്പോൾ കണ്ടത് എന്താണെന്നുള്ളത് ഞാൻ തുറന്നു പറയേണ്ട ആവശ്യമില്ല. ലൈവായിട്ട് ഒരാളുടെ കണ്ണ് കെട്ടാൻ പറ്റും, എല്ലാവരുടെ കണ്ണ് കെട്ടാൻ പറ്റില്ല. ഈ കൊട്ടൻ്റെ ഉള്ളിൽ വെറും പൂച്ചട്ടിയും ഒരു മാങ്ങ അണ്ടി. സാർ ടെസ്റ്റ് ചെയ്തതല്ലേ? മാങ്ങ ആംകാ കുട്ട്ലിയനാവോ? മാങ്ങ കൊട്ട മാങ്ങ മറാവും. ഇവിടെ നോക്കി ആജാവ്. മനുഷ്യന്റെ തലയോടെ കൂടി നിൽക്കുന്നവരുടെ കണ്ണുകൾ കെട്ട് കൊണ്ടുപോവാ മാങ്ങയുടെ അണ്ടി മാവാക്കിയിട്ട്. എല്ലാവരുടെ കണ്ണിന്റെ മുമ്പിൽ നോക്കണം. ആ മാങ്ങ തരി അണ്ടി മുളച്ചിട്ട് നിങ്ങൾ തന്ന മാങ്ങയുടെ അണ്ടി അതേ കളർ, അതേ സെയിം വേരിറങ്ങിയിട്ടുണ്ട്. ലോകത്ത് ഗ്രീൻ മാംഗോ ട്രീ ട്രിക്ക് എന്ന മാജിക് അറിയുന്ന ഏക മാന്ത്രികനാണ് ചെർപ്പുളശ്ശേരി ശംസുദ്ദീൻ. അങ്ങനെ പിടിച്ചോളെ. മണ്ണിൽ മാങ്ങയേണ്ടി കുഴിച്ചിട്ട് മാവായി വളർത്തി അതിൽ നിന്ന് നമുക്ക് മാങ്ങ പറിച്ചു തരുന്ന മായാജാലം കൊണ്ടാണ് ശംസുദ്ദീൻ ലോകപ്രശസ്തനായത്. മജിഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ മുൻകൈയിൽ ഈ തെരുവ് മായാജാലക്കാരന്റെ പ്രകടനം ലോകത്തെ അറിയിച്ചതോടെ വൻകരകൾ കടന്ന് അയാളെ തേടി അന്വേഷണങ്ങൾ വന്നു. ഇനി കൊട്ട പൊന്തുമ്പോ വലുതാവും, അത് ഇനിയും കൈയടിച്ചാ പൊന്തും. ആജാവ് മതി, ഇനി ഒരുപാട് വലുതാവല്ലേ. നിൽക്കവിടെ. ഇന്ത്യൻ ഗ്രീൻ മാംഗോ ട്രീ പൂ പൂത്തിട്ടുണ്ട്. സാർ ഒരു മാങ്ങ പൊട്ടിച്ച് ചുണ വരുന്നുണ്ടോ നോക്കി. എൻ്റെ അത് കഴിച്ചു നോക്കി. ഏതായാലും തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നിട്ട് മാജിക്കിൽ ടേസ്റ്റ് ഉണ്ടോ നോക്കി. ബൈ ഒന്ന് പൊട്ടിച്ചോളി. കണ്ണിലേക്ക് തിരക്കേണ്ട പാല് ഇതാ. ഇന്ത്യൻ ഗ്രീൻ മാംഗോ ട്രീ. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ ഇതിന്റെ മുമ്പേ എൻ്റെ പരിപാടി നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. നേരിട്ട് ഇങ്ങനെ ലൈവായിട്ട് ഇത്ര അടുത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടോ? മറവില്ല. ഓപ്പൺ 4 ഭാഗം ആൾക്കാരുണ്ട് ഇവിടെ. നല്ലവരും ചീത്തവരുണ്ട്. 2 ആളെ കുത്തിക്കൊന്ന് ജാമ്യം കിട്ടാത്തവന് തിരക്കിൻ്റെ ഇടയിൽ ഉണ്ടാവും, പോക്കറ്റ് തപ്പണവനും ഉണ്ടാവും. സൂക്ഷിക്കണം കേട്ടോ. മൂപ്പര് നിങ്ങളുടെ കാര്യം പോക്കറ്റ് തപ്പണവര് വേഗം പോക്കറ്റിൽ കൈ പോകണല്ലോ. ഇതാ ഞാനിതിനൊരു മറവ് വേണം. മറവ് ഇതേ ഉള്ളൂ. ഇതാണ് കാഞ്ചീപുരം ബനാറസ്. തിരുവനന്തപുരത്ത് മാജിക് കാണിച്ചപ്പോൾ ഒരു സിനിമ നടി ഇത് ചോദിച്ചു, സംസുക്ക ഇത് എനിക്ക് തരുമെന്ന്. എന്തിനാണ് ചേച്ചി ചോദിച്ചപ്പോൾ സിനിമയിൽ കൊടുത്തിട്ട് ഡാൻസ് കളിക്കാനാണെന്ന്.
അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ഇത് തികയില്ലല്ലോ. അതൊന്നും സാരല്ല, ഇപ്പോഴത്തെ ഡയറക്ടർ ഇതിലും ചെറുതാണ് ഉടുക്കാൻ തരുന്നത്. ഇതാ ഇത് നമ്മൾ മൂടാൻ പോവാണ് ഇതിൻ്റെ മുകളിൽ. ചേട്ടാ നിങ്ങൾ കുറച്ച് അടുത്ത് വന്നിട്ട് ഈ തുണി ഒന്ന് പൊന്തിച്ചു നോക്കണം എത്ര കോയിൻസ് കിടപ്പുണ്ടെന്ന്. ധൈര്യത്തിൽ എത്ര ഉണ്ട്? ഒന്നുമില്ല. ഒന്നും കൂടി തുണി പൊന്തിച്ചു നോക്കി. എത്രയായി? 2 പ്രാവശ്യം തുണി പൊന്തിച്ചു നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. നിങ്ങളുടെ പ്രായം അതായത് കൊണ്ടാ. ഞങ്ങളൊക്കെ ഇങ്ങനെ പൊന്തിച്ചാൽ എന്തെങ്കിലുമൊക്കെ കാണേണ്ടതാണ്. നിങ്ങൾ നോക്കിയിട്ട് പറ എന്തുണ്ട്. നോണാ പറയരുത്. നിങ്ങൾ നോക്ക്. എന്താ തമാശ കളിക്കരുത്. ധൈര്യത്തിൽ നോക്കിയിട്ട് പറ എന്തുണ്ട്. നിങ്ങളൊന്ന് കൈയിട്ട് കാണിച്ചു കൊടുക്കും മൂപ്പർക്ക്. ഇപ്പൊ പാമ്പുണ്ട്. ഇപ്പൊ ഇവര് രണ്ടുപേരും ഒത്തു കളിക്കാണ്, നമ്മൾ പൊളിഞ്ഞു പരിപാടി. ഇതാ പെട്ടിയില് പാമ്പിനെ എവിടുന്ന് വന്നു? സത്യത്തിൽ പെട്ടിയില് പാമ്പുണ്ടോ? പെട്ടിയില് പാമ്പില്ല, തോന്നിയതാണ്. ഈ പെട്ടിയിലുള്ള പാമ്പിനെ ഇപ്പൊ ഞാൻ വരുത്തി കാണിച്ചു തരാം. ഇന്ദ്രജാല വിദ്യ ഇതൊന്നല്ല. ഈ പെട്ടിയിലുള്ള പാമ്പും ഇതാ ഇതിന്റെ ഉള്ളിൽ ഒരു ജന്തു ഉണ്ട്, അതിനെ ഞാൻ പുറത്തു വിടാൻ പോവാണ്. ഇതാ കണ്ടോളി. ഇതിന്റെ ഉള്ളിൽ ഒരു പാമ്പ് എന്ന് പറഞ്ഞില്ലേ. ഇതാ ചേട്ടാ ക്യാമറ ഇട്ടിട്ട് ഓടരുത്. ഇത് റബ്ബറാണല്ലോ. ഇത് ഒരു റബ്ബർ കണ്ട് റബ്ബറാണപ്പാ. കേരളത്തിൽ ഇന്ന് അന്യം നിന്നു പോകുന്ന തെരുവുജാല വിദ്യയുടെ ഏറ്റവും പ്രതിഭാധനമായ പ്രകടനങ്ങൾ നമുക്കിന്ന് കാണാനാവുക ചെർപ്പുളശ്ശേരി ഷംസുദ്ദീനിൽ നിന്നാണ്. സ്റ്റേജിന്റെ മറവുകളോ നിഗൂഢതകളോ ഇല്ലാതെ ഒരു മുറിക്കയ്യൻ ബനിയനും കൈലുമുണ്ടുമെടുത്ത് ജനങ്ങളുടെ നടുവിലാണ് അയാളുടെ മായാജാലം. തെരുവിന്റെ സന്തോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കുമൊപ്പം എറിഞ്ഞു കിട്ടുന്ന നാണയത്തുട്ടുകളിലാണ് അയാളുടെ ജീവിതം. മാങ്ങൻ്റെ മാവാക്കുന്ന ജാലവിദ്യ പറഞ്ഞാൽ ജാലവിദ്യ ആണല്ല, മാജിക് അല്ല. മാജിക് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വേർഡ്, ഒരു ഡയലോഗ് മാത്രമാണ്, മാജിക് മാത്രം. പക്ഷേ മാജിക് എന്ന് പറയുന്നത് അല്ല, ശരിക്കും തെരുവ് ജാലവിദ്യ, തെരുവ് മാന്ത്രികനാണെന്ന പേര് വരിക മലയാളത്തിൽ. തെരുവിൽ 4 ആൾക്കാർ 4 ഭാഗം ഫുൾ പബ്ലിക്കായിരിക്കും, ജനക്കൂട്ടങ്ങളായിരിക്കും. അതിൻ്റെ നടുക്കിൽ ഇത് നിന്നിട്ട് ഇവരെല്ലാം തരണം ചെയ്യാൻ ഒരു കഴിവ് വേണം ഈ കലാകാരനൊക്കെ. നല്ലവനുണ്ടാവും, ചീത്തവനുണ്ടാവും, കള്ളുകൂടിയനുണ്ടാവും, 2 ആളെ കുത്തിക്കൊന്ന് ജാമ്യം കിട്ടാത്ത ഓടി വന്നവനൊക്കെ ഉണ്ടാവും, പോക്കറ്റ് അടിയനുണ്ടാവും, ചിലപ്പോൾ കഞ്ഞി മുടക്കാനായിട്ട് നിന്നിട്ട് കച്ചറയാക്കിയിട്ട് നമ്മളെ കളിയാക്കുന്നവനും ഉണ്ടാവും. ഇതിൻ്റെ ആൾക്കാരുടെ ഇടയിൽ ഇവരൊക്കെ എനിക്ക് സംസാരിച്ചിട്ട് അവരുടെയൊക്കെ മുഖം കണ്ടിട്ട് ഏത് സമയത്ത് എങ്ങനെ ഇവർക്ക് കൈകാര്യം ചെയ്യണം എന്നുള്ള ജനറലായിട്ട് നമ്മൾ പഠിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ സ്ട്രീറ്റിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അയാളുടെ ബാപ്പാടെ പേര് മൊയ്തീൻ സാഹിബ്, അയാൾ കാണിക്കും. അദ്ദേഹത്തിന്റെ ബാപ്പാന്റെ ഹുസൈൻ സാഹിബ്, അദ്ദേഹം കാണിക്കും. ഓരോ മാജിഷ്യന്മാരും കാണിക്കില്ല, കാണിക്കാൻ സാധിക്കില്ല. വെല്ലുവിളിച്ചാണെങ്കിൽ പറയും. കാരണം മാങ്ങയേണ്ടി കുഴിച്ചിട്ട് മാവാക്കി മാങ്ങ പറിക്കുന്ന മാജിക് ഒരർത്ഥത്തിൽ ഒരു പരിസ്ഥിതി ജീവിത സന്ദേശമാണ്. ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ തൻ്റെ വള്ളുവനാടൻ നാട്ടുജീവിതത്തെ തെരുവിൽ തിരിച്ചുപിടിക്കാനുള്ള ഒരു ജാലവിദ്യക്കാരൻ്റെ പ്രതീകാത്മകമായ ശ്രമമാണത്. ഭൂമിയിൽ പ്രകൃതിയുടെ സന്തുലനം മാത്രമല്ല, മനുഷ്യരിലും മതേതരമായ സ്നേഹവും ഐക്യവും നിറഞ്ഞു കാണാൻ അയാൾ മായാജാലം കൊണ്ട് സ്വപ്നം കാണുന്നു. സംസുദ്ദീൻ അറബ്, മലയാളത്തിന്റെ അർത്ഥം സംസുൻ സൂര്യൻ, ദീൻ പ്രകാശം, രണ്ടും കൂടി ചേർത്ത് വായിച്ചാൽ സൂര്യപ്രകാശ്. കമറുദ്ദീൻ ചന്ദ്രപ്രകാശ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി ആണെങ്കിൽ അത് ഹിന്ദു സമുദായത്തിൽ പറയുന്നത് ദൈവത്തിന്റെ ദാസൻ. അപ്പൊ ദാസ എന്ന് വിളിക്കുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ നാട് എന്നും നന്നായിരിക്കും. ഇപ്പൊ ഞാൻ കാണിക്കുന്നത് നോട്ടിസൺ മനഃശാസ്ത്രം. അപ്പം നമുക്ക് ഈശ്വരൻ 2 കണ്ണ് തന്നിട്ടുണ്ടല്ലോ. 2 കണ്ണ് കാണുമ്പോൾ താങ്കൾ അവിടുന്ന് തന്നെ നോക്കുമ്പോൾ 2 കണ്ണിലല്ലേ കാണുന്നത്. ഒരു കണ്ണ് അടച്ചു പിടിച്ച് നോക്കിയാൽ സംസുക്ക എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഒരെണ്ണമായിട്ട് കാണും. മറ്റൊരു കണ്ണടച്ച് പിടിച്ച് നോക്കുമ്പോഴും അപ്പോഴും ഒന്നായിട്ടേ കാണും. ആ 2 കണ്ണ് ഒരുമിച്ച് തുറന്നു നോക്കിയാൽ 2 കണ്ണിൽ ഓരോന്ന് കണ്ട സ്ഥിതിക്ക് എന്നെ നിങ്ങൾക്ക് 2 കണ്ണിൽ 2 എണ്ണമായിട്ട് കാണണ്ടേ? അതെന്താണ് കാണാത്തത്? ഈ പ്രപഞ്ചത്തിൽ ഒറ്റ ശക്തിയേ ഉള്ളൂ. ആ ശക്തിയെ വെല്ലുവിളിക്കാൻ ഈ ഭൂമിയിൽ മനുഷ്യൻ വിചാരിച്ചാൽ നടക്കില്ല. എന്ത് തന്നെ മനുഷ്യൻ വിചാരിച്ചാലും ശരി നടക്കില്ല. എന്നാൽ പിന്നെ നടക്കും. എങ്ങനെ എന്ന് ചോദിച്ചാൽ
അവനാൻ എന്ത് ചെയ്യുന്നുണ്ടോ ആ പ്രവൃത്തിയിൽ കൂടി അവൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നതായ കാര്യങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ ബാങ്കിൽ പണം ഇട്ട പോലെയാണ് നന്മയായ കാര്യങ്ങൾ ചെയ്യുന്നത്. അനങ്ങൻമലയുടെ താഴ്വരയിൽ നിന്ന് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഈ മകുടിയുടെ സംഗീതം ചെർപ്പുളശ്ശേരി ഷംസുദ്ദീന്റെ സാന്നിധ്യം അറിയിക്കുന്ന ഒരു അടയാള ശബ്ദമാണ്. പാമ്പാണ് ഷംസുദ്ദീന്റെ മറ്റൊരു ഇഷ്ടവിഷയം. മനുഷ്യന്റെ ഉള്ളിൽ കടന്ന് അവന്റെ പൗരാണികമായ ഭീതിയെ കൈയോടെ പിടികൂടുകയാണ് ഷംസുദ്ദീൻ. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാല ചിത്രങ്ങൾ തൊട്ട് ഇപ്പോൾ പുലിമുരുകനിൽ വരെ പാമ്പുകളുടെ പ്രകടനത്തിന് പിന്നിൽ ഷംസുദ്ദീന്റെ കൈകളാണ്. പാമ്പാട്ടിയായും ഷംസുദ്ദീൻ എത്രയോ മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അതായത് പാമ്പിനെ കുറിച്ച് പറയുമ്പോൾ ഭയം എന്ന് പറയുന്നത് വേണം, അത് എന്ത് ജോലിക്കും വേണം. ഇപ്പം ചില പാമ്പ് പിടിക്കുന്നവരും ചില ആൾക്കാർ പേടിയില്ല, പാമ്പിനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ക്ലാസ് എടുക്കണം ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഒന്നേ പറയുള്ളൂ, പാമ്പിനെ പേടിക്കേണ്ടതുണ്ടോ? പേടി വേണം. പാമ്പിനെ നല്ല എന്തെങ്കിലും ഒരു സാധനം എടുക്കുകയാണെങ്കിൽ തന്നെ ഉള്ളിലൊരു പേടി വേണം, അത് കൈതെറ്റി വീണു പോകുമെന്ന്. ആ പേടി ഉള്ളിലുണ്ടെങ്കിലാണ് അവൻ പേടിച്ചെടുക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് എടുക്കുകയുള്ളൂ. അത് വിഷയമല്ല എന്ന് വിചാരിച്ചാൽ പോയി പരിപാടി. അപ്പോൾ അതുപോലെ ശരിയല്ല, പേടി ജീവിതത്തിൽ വേണം. പിന്നെ പാമ്പിനെ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ വെച്ചാൽ പാമ്പിനെ പേടിച്ചിട്ട് തന്നെ പിടിക്കണം, എന്നാലേ കടി കൊള്ളാതെ പിടിക്കാൻ പറ്റൂ. എന്നാൽ പിന്നെ ഞാൻ കടി കൊണ്ടിട്ടുണ്ടോ ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു കടിയേ കൊണ്ടിട്ടുള്ളൂ, അല്ല ഞാൻ കടി കൊണ്ട് പാമ്പിനെ പിടിക്കാനൊന്നും മെനക്കെടില്ല, എൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാനൊരു പൊതുജന സേവകനാണെങ്കിൽ എൻ്റെ ജീവനെ അപകടം വരുത്തുന്ന ഒരു പരിപാടി ചെയ്തുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ രക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? ഞാനും രക്ഷപ്പെടണം, മറ്റുള്ളവരും രക്ഷപ്പെടണം. ആ രീതിയിൽ വേണം എൻ്റെ പ്രവൃത്തി. അല്ല ഞാൻ കടി കൊണ്ടിട്ട് പിടിക്കൽ, ഒരുപാട് കടി കൊള്ളുക, എൻ്റെ ഒരു കടി കിട്ടിയിട്ടുണ്ട്, അത് പഠിക്കാൻ വേണ്ടി. ജീവിതത്തിലൊരു അനുഭവമാണല്ലോ ഒരു കടി കിട്ടൽ. ഇപ്പോൾ ഒന്നും വേണ്ട, ഇത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ക്യാമറ വെച്ചിട്ട് നിൽക്കുന്നുണ്ട്, ഈശ്വര ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഒരിക്കലല്ലേ കൈതെറ്റി വീഴുള്ളൂ, വെറുതെ വീണായിൽ അർത്ഥമുണ്ടോ? ഞാനൊരു മെജിഷ്യനാണ്, അത് എൻ്റെ മകനാണ്. ഞാൻ കെട്ടുമ്പോൾ ഡൗട്ട് തോന്നും, സാർ ഒന്ന് കണ്ണൊന്ന് കെട്ടിത്തരും, അതിൽ കൃത്രിമുണ്ടോ നോക്കി. ഒന്ന് കണ്ണ് കെട്ടിക്കൊടുക്കുക. കണ്ണ, ആ പിള്ളേരൊന്ന് അവിടെ ഇരിക്കുക, എല്ലാവരും ഒന്ന് കാണട്ടെ. സാർ സംസാരിക്കോ? ഞാൻ ചിലത് ചോദിച്ചാൽ നീ എൻ്റെ അടുത്ത് പറയോ? മെസ്മറിസം, ഹിപ്നോട്ടിസം പറയുന്നത് ശരിയാണെങ്കിൽ ഇത് ആദ്യം ഓരോ ചോദ്യങ്ങളും ഞാൻ ചോദിക്കും, അതിന് മറുപടി പറയാം. ചേട്ടൻ എന്താ അടയാളമുണ്ട്? ആദ്യമായി അത് പറ. ബോൻക, ഈ ചേട്ടൻ എന്താ അടയാളമുണ്ട്? പിന്നെ അത് എത്ര പവനുണ്ട്? അതായത് പ്രശ്നം ഇതെന്ത് സാധനമാണ്? സമയം നോക്കുന്ന വാച്ച്. എത്ര മണി ആകാറായി? ഇതില് 6 മണി കഴിഞ്ഞു പോയി. എന്നെ എത്ര സെക്കൻഡ് ആകാറായി? 1 സെക്കൻഡ് നോക്കി. 6 മണി കഴിഞ്ഞ് 1 സെക്കൻഡ് ആകാണു. ഒരു സംഭാവന കണ്ടിട്ട് ഇന്നാ സംസുക്ക ആദ്യമായിട്ട് ഒരു കൈ നീട്ട് എനിക്ക് ആരാ തരിക? തെരുവ് ജാലവിദ്യ ഷബാസ്. ജൽദാൻ എത്ര രൂപയാ തന്നത്? 50 രൂപ. ഇനി നോട്ടിന്റെ ആദ്യ നമ്പർ 7. കുട്ടി അടുത്തോ? 8. അതിന്റെ അടുത്ത് 0. എന്നാ അതിന്റെ അടുത്ത്? ശരി, അതിന്റെ അടുത്ത് 9. എന്നെ അതിന്റെ അടുത്ത് 7. എവിടെ ലാസ്റ്റ് നമ്പർ? 2. എന്നാ പറയോ? പറയാം. സി നമ്പർ എത്രാമത്തെ കൊല്ലത്തിൽ അടിച്ചാണ്? 16. ലോകത്തെ സകല മജീഷ്യന്മാരും അസൂയയോടെ നോക്കുന്ന ഒരു ജാലവിദ്യ കയ്യിലുള്ള ഒരു മനുഷ്യനാണിത്. തെരുവിന് നടുവിൽ ആൾക്കൂട്ടം നോക്കി നിൽക്കെ മാങ്ങയണ്ടി കുഴിച്ചിട്ട് മാവാക്കുന്ന ആ വിദ്യ പറഞ്ഞു കൊടുത്താൽ തന്നെ അയാൾക്കൊരു സമ്പന്നനാവാമായിരുന്നു. പക്ഷെ ചെർപ്പുളശ്ശേരി ലക്ഷം വീട് കോളനിയിലെ തന്റെ വലിയ ഇല്ലായ്മകളുടെ നടുവിലെ വിനീതവും സംതൃപ്തവുമായ ജീവിതം നയിക്കാനാണ് അയാൾക്ക് താല്പര്യം. ഈ സ്ട്രീറ്റിൽ കളിക്കുന്ന യഥാർത്ഥ ജാലവിദ്യ കാണിക്കുന്ന ആൾക്ക് വരുമാനം കമ്മിയാണ്. സ്റ്റേജിൽ കളിക്കുന്നവർക്ക് വരുമാനമാണ്, പൈസ കിട്ടും. എന്താണ് കാരണം വെച്ചാൽ അവരുടെ ഡെക്കറേഷനാണ്. അവർ നല്ലൊരു കലാകാരനെ പോലെയാണ് കയറിപ്പോവും, നല്ല കണ്ണും ചിമ്പിക്കുന്ന ജാലവിദ്യ സ്റ്റേജിൽ കാണിക്കും. അപ്പോൾ അവർക്ക് 4 ലക്ഷം 5 ലക്ഷം ഒക്കെ കിട്ടും.
ഈ തെരുവിൽ കളിക്കുന്ന മജീഷ്യന്മാർക്ക് അത് കിട്ടില്ല, ജാലവിദ്യക്കാരന്. ഇത് സംഭാവന കിട്ടിയാൽ കിട്ടി. ചിലപ്പോൾ മഴ വന്നാൽ കട്ടയും പോടും മടക്കിയിട്ട് എടുത്ത് വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുക. അല്ലാത്ത പക്ഷമാണെങ്കിൽ നമ്മൾ പരിപാടി ഇടുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും വല്ല ഓഫീസർമാരൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇടണ്ട പറഞ്ഞാൽ കഴിഞ്ഞ് നമ്മളെ പരിപാടി. ഇങ്ങനെയൊക്കെ ചെയ്തു പോയാൽ അവർക്കതിൻ്റെ വിഷമം അറിയില്ല, കഷ്ടപ്പാട് ബുദ്ധിമുട്ട് അവർക്കറിയില്ല. അവർക്ക് ഗവൺമെൻറ് ശമ്പളം കറക്റ്റ് സമയം 1-ാം തീയതി ആയാൽ കിട്ടും. ഈ തെരുവിൽ കളിക്കുന്ന തെരുവ് ജാലവിദ്യക്കാരന് എന്ത് കിട്ടാനാണ് 1-ാം തീയതി ആകുമ്പോൾ മേപ്പെട്ട് നോക്കിയിരിക്കുക. അപ്പോൾ സർക്കാരിൻ്റെ ചോറ് തമിഴിൽ പറയില്ല, അത് അരസാങ്ക സാപ്പാട് അധികാരത്തോടെ സാപ്പിടലാം. പണിയെടുത്താലും പൈസയാണ്, പണിയെടുത്തില്ലെങ്കിലും മാസം പൈസ ഉണ്ട്. ഇവറ്റുങ്ങൾ എന്ത് ചെയ്യും? തെരുവിലല്ല ജീവിതം. അപ്പം നമുക്ക് ഈ വല്ല പ്രാന്തന്മാരെ പോലെ ഒരു ബാണ്ടക്കെട്ട് കഴുത്തിലിട്ടിട്ട് മാനക്കേട് വിചാരിച്ചിട്ട് കാര്യമില്ല. കട്ടാലും വൃത്തികേട് ചെയ്താലല്ലേ മാനക്കേടുള്ളൂ. പോവുക, നമ്മുടെ ജോലി ചെയ്യുക. ചിലപ്പോൾ 10-300 കിട്ടും, ചിലപ്പോൾ 10-500 കിട്ടും. ചിലപ്പോൾ പുതിയ സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ സംഭാവന കുറച്ച് കൂടുതലുണ്ടെങ്കിൽ 1000 രൂപ കിട്ടിയാലും കിട്ടും. ചിലപ്പോൾ ഒന്നും കിട്ടാതെ വന്നിട്ട് ചരിത്രങ്ങളും ധാരാളം ഉണ്ട് താൻ. പുതിയ നഗര സംസ്കാരവും വരണ്ട ഉദ്യോഗസ്ഥ സംവിധാനവും കാരണം കേരളത്തിൽ ഇന്ന് ഭംഗിയിലൊരു തെരുവവതരണം പോലും സാധ്യമാകാതെ ജാലവിദ്യക്കാർ പട്ടിണിയിലാണ്. പക്ഷെ ആരറിയാൻ, ഒരു മായാജാലവും ജീവിതത്തിന്റെ രക്ഷക്കെത്താത്ത ആ മനുഷ്യരെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും കണക്കുണ്ടോ? അതുകൊണ്ട് ചെർപ്പുളശ്ശേരി ഷംസുദ്ദീനെ കാണുമ്പോഴെങ്കിലും നമ്മൾ ഉള്ളിൽ കാണേണ്ടത് കാണാതെ പോകുന്ന ആ നാടോടി സമൂഹത്തെ ഒന്നടങ്കമാകണം. ഒരു മായാജാലക്കാരൻ സ്വന്തം ചങ്ക് തന്നെ പറിച്ചെടുത്തു കൊടുത്താലും ചെമ്പരത്തിപ്പൂവാണെന്ന് പറയുന്ന ഒട്ടും മനസാക്ഷിക്കുത്തില്ലാത്തൊരു ജനവർഗത്തിന്റെ പേരാണ് ഇന്ന് മലയാളി. അവിടെയാണ് കിന്നരി തലപ്പാവോ മിന്നിത്തിളങ്ങുന്ന കുപ്പായമോ ഇല്ലാതെ പതിറ്റാണ്ടുകളായി ഈ ഒരു പച്ച മനുഷ്യൻ ഇതാ ഈ തെരുവിലെ തന്റെ മാജിക്ക് കാണൂ എന്നല്ല, തന്റെ ജീവിതം തന്നെ കാണൂ എന്ന് വിളിച്ചു പറയുന്നത്. അത് നമുക്ക് കാണാതിരിക്കാൻ എളുപ്പമാണ്, പക്ഷേ അവഗണിക്കുക എളുപ്പമല്ല. കേരള എക്സ്പ്രസ് അനങ്ങുമലയോടും യാത്ര പറയുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം. കാത്തിരിക്കുക. ശുഭയാത്ര.